ഇവിടെ കേരളത്തിലെ പ്രബല സമുദായങ്ങളായ SNDP, NSS, സമസ്ത ലീഗ് പരിപാടികളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ പ്രാധാന്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ലീഗിന്റെ പുകഴ്ത്തൽ വരുന്നു. ഏറ്റവും ഒടുവിൽ MK മുനീർ പറഞ്ഞതായിരിക്കാം ഒരുപക്ഷെ ലീഗിന്റെ മനസ്സിലുണ്ടായിരിക്കുക. പക്ഷെ അപ്പോഴും ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയാണ് UDF സംവിധാനം നേരിടാൻ പോകുന്നത്. അവിടെ ഒരു പക്ഷേ സതീഷിനേക്കാൾ കൂടുതൽ സ്വീകാര്യൻ ലീഗിന് രമേശ് ചെന്നിത്തലയാണെങ്കിലോ? രഞ്ജിത്തെ, ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ, നമ്മൾ ഈ NSS, SNDP, സമസ്ത എന്നൊന്നും പറയുന്നത് സമുദായങ്ങളല്ല, ആ സമുദായങ്ങളിലെ സംഘടനകൾ മാത്രമാണ്. അതെ, അത് സമുദായ പേരുകളല്ല എന്ന് തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ രഞ്ജിത്ത് പറഞ്ഞതിലേക്ക് വരാം. കാരണം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുസ്ലിം ലീഗുമായും മറ്റ് സമുദായ സംഘടനകളുമായും നേരത്തെ തന്നെ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്ന കാലയളവിൽ തന്നെ ഈ സംഘടനകളെല്ലാമായിട്ടും സമുദായ സംഘടനകളായിട്ടൊക്കെ അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഏറ്റവും അധികം ബന്ധമുണ്ടായിരുന്ന ആൾ ഉമ്മൻചാണ്ടിയാണ്. പക്ഷേ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിലെ ഒരു ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കളിൽ കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളായിട്ടും എല്ലാ സമുദായ സംഘടനാ നേതാക്കളായിട്ടും വ്യക്തിപരമായി ബന്ധമുള്ള ആളാണ് രമേശ് ചെന്നിത്തല എന്നുള്ള കാര്യം നിസ്തർക്കമാണ്. അത് നമ്മളത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ്. കാരണം അദ്ദേഹം KPCC അധ്യക്ഷൻ, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷമായിരുന്നപ്പോഴൊക്കെ ഈ സംഘടനകളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ സംഘടനകൾക്കും അദ്ദേഹത്തോട് അടുത്ത ബന്ധമുണ്ട്. കാരണം ഇവരെല്ലാവരും നേരത്തെ ആശ്രയിച്ചിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് പിന്നെ അവർക്ക് സംസാരിക്കാനും ആശയവിനിമയം നടത്താനും അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ കൂടുതൽ അടുപ്പമുള്ള നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് ഈ സംഘടനകളെല്ലാം അദ്ദേഹത്തിന്റെ പരിപാടികൾക്ക് വിളിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ വസ്തുത. അപ്പോൾ ഈ സമുദായ സംഘടനകൾക്ക് അദ്ദേഹവുമായുള്ള അടുപ്പവും അദ്ദേഹത്തിന് ഈ സമുദായ സംഘടനകളുടെ അടുപ്പവും എല്ലാം കോൺഗ്രസ് UDF ക്യാപിറ്റലൈസ് ചെയ്ത് അതൊരു വോട്ടാക്കി മാറ്റിയാൽ മാത്രമേ അവർക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ അവരെ ചെയ്യേണ്ടത്, ഈ പാർട്ടി ചെയ്യേണ്ടത് വെച്ചാൽ ഇത്തരം ബന്ധങ്ങൾ ഒരു നേതാവിനുണ്ടാകുമ്പോൾ ആ ബന്ധങ്ങളെ സാംശീകരിച്ച് അതൊരു രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഈ കേരളത്തിൽ അതുകൊണ്ട് ഈ ഒരു സെനാരിയോ കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ പ്രധാനമായിട്ടും രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ കോൺഗ്രസും UDF നേരിടാൻ പോകുന്നത്. ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും മറ്റത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും സമുദായ സംഘടനകളിലെ അല്ലെങ്കിൽ വിവിധ സമുദായങ്ങളിലെ പിന്തുണയോടുകൂടി മാത്രമേ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് അധികാരത്തിൽ വരാൻ പറ്റുകയുള്ളൂ. കാരണം 2016 2021 കോൺഗ്രസിന് പ്രബലമായ സമുദായ സംഘടന എല്ലാവരെയും പിന്തുണ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ ഒരു പിന്തുണ തിരിച്ചു പിടിക്കേണ്ടത് വിജയത്തിലേക്ക് പോകാൻ വളരെ അനിവാര്യമായൊരു സംഗതിയാണ്. അപ്പോൾ അത് രമേശ് ചെന്നിത്തലയ്ക്ക് തുടക്കമിടുകയാണെങ്കിൽ അത് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ആ കിട്ടുന്ന പിന്തുണയെ കൂടുതൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയും രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റി കൺവെർട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഈ സംഘടന UDF വേണ്ട. അല്ലാതെ ഇത് ആരാണ് വലുത്, രമേശ് ചെന്നിത്തലയാണോ സതീശനാണോ വലുത് എന്നുള്ളത് തമ്മിലടിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടോ യാതൊരു പ്രയോജനമില്ല. അടിസ്ഥാനപരമായിട്ട് ആരായാലും, ഇപ്പോൾ രമേശ് ചെന്നിത്തല ആയാലും VD സതീശനായാലും ഇനി K മുരളീധരനായാലും KC ആരായാലും കിട്ടുന്ന പിന്തുണയെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ കൺവെർട്ട് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ മെക്കാനിസമാണ് കോൺഗ്രസും UDFന് ഇപ്പോൾ വേണ്ടത്. അത് അവർ ആർജിച്ചെടുക്കുകയാണ് ഏറ്റവും അനിവാര്യമായ ഘടകം. നിങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനം ഇതെല്ലാം എന്റെ സംശയമല്ല. അതായത് നമുക്കറിയാം, താങ്കൾ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിക്ക് ശേഷം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം ഈ സമുദായ സംഘടനകളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന രാഷ്ട്രീയ നേതാവാണ്. നമുക്കറിയാം 11 വർഷത്തെ ഒരു പിണക്കമൊക്കെ തീർത്താണ് ഇത്തവണ രമേശ് ചെന്നിത്തല NSSമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ വലിയ പ്രശംസയൊക്കെ ഏറ്റുവാങ്ങുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ SNDP യോഗം ജനറൽ സെക്രട്ടറി സതീശനെ രൂക്ഷമായി വിമർശിക്കുന്നതിനൊപ്പം രാഷ്ട്രീയമുള്ള നേതാവ് എന്നൊക്കെ പറയുന്നതിനൊപ്പം രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടുകയാണ്. അങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഈ സമുദായ സംഘടനകളുടെ അഭിപ്രായങ്ങൾ എന്നും കേൾക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മന്ത്രിസ്ഥാനം നിശ്ചയിക്കുന്നതിലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലും ഒക്കെ പലപ്പോഴും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവിടെയാണ് എങ്ങാനും കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യം മുന്നോട്ട് വരികയും ഒരുപറ്റം നേതാക്കൾ നിൽക്കുമ്പോൾ K മുരളീധരനുണ്ട്, VD സതീശനുണ്ട്, K സുധാകരനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, അങ്ങനെ ഒരുപറ്റം നേതാക്കൾ നിൽക്കുമ്പോൾ അവരിൽ ആരാണ് സ്വീകാര്യൻ എന്ന ചോദ്യം വന്നാൽ ഹൈക്കമാൻഡ് സ്വാഭാവികമായും ഇത്തരം സംഘടനകളുടെ കൂടെ അഭിപ്രായം തേടുന്ന സംശയമില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തല, ഞാൻ നേരത്തെ ചോദിച്ച പോലെ, ഒരു മുഴം മുമ്പേ എറിയുകയാണോ ആ സ്ഥാനത്തേക്ക്
എന്നുള്ളതാണ്. നമുക്കറിയാം 2019 അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 ഒരു തുടർ ഭരണം CPM ലഭിച്ചപ്പോഴാണ് വലുതോതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നിരാശയാകേണ്ടി വന്നത്. അതിനുശേഷം അദ്ദേഹം ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്താണ് എന്നുകൂടിയാണ്. അതായത് രഞ്ജിത്ത്, ഇതായി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 22 സീറ്റാണ് നിയമസഭയിലുള്ളത്. 20 സീറ്റ് എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗിനും ആണ് നിലവിലുള്ളത്. പിന്നെ കേരള കോൺഗ്രസ് അങ്ങനെ എന്തോ എനിക്ക് 20 സീറ്റും 18 സീറ്റും ആ രീതിയിലാണ് എടുക്കുന്നത്. ഇതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന് തനിച്ച് 45 സീറ്റുകൾ കിട്ടിയാൽ മാത്രം 22 കോൺഗ്രസിന് തനിച്ച് 45 സീറ്റുകൾ നേടാൻ കഴിഞ്ഞാലാണ് ഈ ലീഗിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റും കേരള കോൺഗ്രസിലെ ഫിക്സഡ് ഡെപ്പോസിറ്റും കൂടെ കൂട്ടിവെച്ചാലും 72 എന്ന മാജിക് നമ്പറിൽ എത്തുകയുള്ളൂ. ഈ 72 എന്ന മാജിക് നമ്പറിൽ എത്തണമെങ്കിൽ കോൺഗ്രസ് തനിച്ച് ഏതാണ്ട് 45ഓളം സീറ്റുകൾ നേടണം. ഇപ്പോൾ കയ്യിലേക്ക് 22 സീറ്റ് കൂടാതെ 23-26 സീറ്റുകൾ കേരളത്തിൽ നിന്ന് മൊത്തം പിടിച്ചാൽ മാത്രമേ, കോൺഗ്രസ് മാത്രം പിടിച്ചാൽ മാത്രമേ 2026 ഭരണം കിട്ടുകയുള്ളൂ. അപ്പോൾ അത്രയും സീറ്റുകളിൽ കൂടുതൽ പിടിക്കാൻ വേണ്ട പൊളിറ്റിക്കൽ മെക്കാനിസം രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഇപ്പോൾ ഈ സമുദായ ശക്തികളുടെ പിന്തുണയോടെ കോൺഗ്രസ് UDF ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇത് ഒരു രമേശ് ചെന്നിത്തല ഒരു മുഴുവൻ മുമ്പേ അറിഞ്ഞ് മുഖ്യമന്ത്രിയാകാൻ നോക്കുന്നു, അല്ലെങ്കിൽ PD സതീശൻ, ഇതല്ല ഇതിനകത്തെ വിഷയം. ഈ വിഷയം എന്ന് പറയുന്നത് 24ഓളം സീറ്റുകൾ എക്സ്ട്രാ പിടിച്ചില്ലെങ്കിൽ ഇവരാരും മുഖ്യമന്ത്രിയാവില്ലല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് UDF ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ സീറ്റുകൾ പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സീറ്റുകൾ പരമാവധി വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ സമുദായ സംഘടനകളെ കൂടെ നിർത്തിയേ മതിയാവൂ. കാരണം CPM അത് തന്നെയാണ് ചെയ്തത്. CPM 2016 2021 അത് തന്നെയാണ് ചെയ്തത്. സമുദായ സംഘടനകളെ കൂടെ നിർത്തി, എല്ലാ സമുദായ സംഘടനകളെയും പിണറായി കൂടെ നിർത്താൻ കഴിഞ്ഞു. അതാണ് 2021 വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളീ പറയുന്ന മാതിരി രമേശ് ചെന്നിത്തല ഒരു മുഴം മുമ്പേ അറിയോ, അതല്ല ഇവിടെ വിഷയം. ഈ വരുന്ന പിന്തുണ ഈ കോൺഗ്രസ് നേതാക്കളെ സമുദായ സംഘടനകൾ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന പിന്തുണയെ വോട്ടാക്കി മാറ്റിയിട്ട് അതിലൂടെ ഭരണത്തിലേറുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം വേണ്ടത്. 72 എങ്കിലും കഴിയാതെ ഭരണത്തിലേറുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മളെ ഒരിക്കലും പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി ആരാകുന്നുള്ള തർക്കമേ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം കോൺഗ്രസ്സിൽ നിങ്ങൾ ഈ പറയുന്ന CPM പോലെ കേരളത്തിൽ ഇന്ന് കൂടി തീരുമാനിച്ച അങ്ങനെയല്ല അത്. കാരണം അത് കൃത്യമായ സോഴ്സുകളും കൃത്യമായി നിങ്ങൾ കർണാടകയിൽ നോക്കിയോ, കർണാടകയിൽ ഒരാഴ്ച പിടിച്ച് മുഖ്യമന്ത്രി, ഒരാഴ്ച കൂടുതലെടുത്തു സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയാക്കാൻ. ഹിമാചൽ പ്രദേശിൽ അങ്ങനെയാണ്, ഹിമാചൽ പ്രദേശിൽ ഒരാഴ്ച കൂടുതലെടുത്തു. ഇതെല്ലാം ഒരു പ്രോസസ്സിങ്ങിന്റെ ഭാഗം. ആ പ്രോസസ്സിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അത്. അതിന് കൃത്യമായ ഒരു മെക്കാനിസം അവർക്കുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ആരും തലമുണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം UDF-നും കോൺഗ്രസിനും പറഞ്ഞു കിട്ടിയെങ്കിലും മുഖ്യമന്ത്രി ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും മുൻ ലീഗ് നേതാവാണ്, ഇപ്പോൾ LDF-ന്റെ ഭാഗമായി നിൽക്കുന്ന